Sir, welcome to the show. Morning, Anand. Morning, viewers. Good morning, sir. നമ്മൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ ഒരു മൈനർ നെഗറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഡോ ജോൺസ് ആണെങ്കിൽ ഏകദേശം 154 പോയിന്റ്, S&P 500 ആണെങ്കിൽ ഒരു -2.02 പോയിന്റ്സിലും, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ആണെങ്കിൽ 49.45 പോയിന്റ് ഇടിവോട് കൂടിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അമേരിക്കൻ മാർക്കറ്റിൽ സാധനം ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? അമേരിക്കൻ മാർക്കറ്റിൽ അതിന്റെ ഡൗ ജോൺസ് ഇൻഡെക്സ് അതിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 44,575 ആയിരുന്നു. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 44,000 പോയിന്റും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 43,700 പോയിന്റിലും ആയിരിക്കും. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിലും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ലെവൽ 21,200 പോയിന്റ് ആയി. യെസ് സർ. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ CPI ഡേറ്റയ്ക്ക് മുന്നോടിയായി നമുക്ക് ഗോൾഡിൽ വളരെ നല്ലൊരു ബൈയിങ് ആണ് കാണാൻ കഴിയുന്നത്. ഏകദേശം 0.7% ഉയർന്നാണ് ഗോൾഡ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് $2,736 ആണ്. സോ ഗോൾഡിൽ സാൻഡ്രു ടേക്ക് എന്താണ്? ഇന്നത്തെ കേസിൽ 2,680, 2,700 ഒരു വളരെ മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇന്നലെ ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്ക് സ്വർണം ആ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിച്ചു. സോ അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. 2,645 നമ്മൾ സ്റ്റോപ്പ്. അടുത്ത മേജർ 2 ടാർഗറ്റ്സ്, ആദ്യത്തെ 2,740 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2,780 ആയി. അതുപോലെ WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ WTI ക്രൂഡ് നിലവിൽ 0.5% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് $68.96. സോ ബ്രെന്റ് ക്രൂഡിൽ സാൻഡ്രു ടേക്ക് എന്താണ്? ബ്രെന്റിന്റെ കേസിൽ പാറ്റേണിൽ ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ മേജർ സപ്പോർട്ട് $66. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ ക്രൂഡ് നേരിടും. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ലെവല് $71 മുതൽ $72 വരെ. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാനും എളുപ്പമായിരിക്കത്തില്ല. ഒപ്പം ഇന്ത്യൻ വിപണിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 3 സെഷനിലായി ഭയങ്കര ഒരു വോളട്ടൈൽ സെഷനാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. ആൻഡ് ഇന്നലെ ആണെങ്കിൽ ഒരു ന്യൂട്രൽ ടോണിലുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിഫ്റ്റിയിൽ ഈ മുന്നോട്ടേക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ സപ്പോർട്ട് 24,400 പോയിന്റ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് വളരെ പോസിറ്റീവ് നോട്ടിലായിരുന്നു ആ ഒരു നമുക്ക് ബ്രേക്ക് ഔട്ട് നൽകിയ. അതിനുശേഷം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലും നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഇന്നലത്തെ ട്രേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി 50 24,400 പോയിന്റ് അടുത്തോട്ട് വന്ന് ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നിഫ്റ്റി 50 ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 24,760 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,000, 25,240, അതിനുശേഷം 25,500 പോയിന്റും ആയിരിക്കും. ഒപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് അണ്ടർടോണിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഏകദേശം 169 പോയിന്റ് ഉയർന്ന് 53,577 പോയിന്റിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് വീണ്ടും നിഫ്റ്റി 50 പോലെ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 53,640. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ ലെവല് 53,850, 54,400, 54,900. യെസ് സർ. ഒപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ റിയാലിറ്റി സെക്ടറിൽ ഏകദേശം എബവ് 1% മൂവ്മെന്റ് റിയാലിറ്റി സെക്ടറിൽ ഉണ്ടായിരുന്നു. സോ അതിൽ വരുന്നൊരു സ്റ്റോക്കാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ്. ഗോദ്രേജ് പ്രോപ്പർട്ടി ലിമിറ്റഡ് ഇന്നലെ മാത്രം ഏകദേശം ഒരു 2% അപ്സൈഡ് മൂവ്മെന്റ് ആണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തന്നേക്കുന്നത്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന 2,899 രൂപയിലാണ്. സോ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡിൽ സാൻഡ്രു ടേക്ക് എന്താണ്? ഗോദ്രേജ് പ്രോപ്പർട്ടിയിൽ വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്.
ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2921. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു മൂവ്മെന്റ് അപ്സൈഡിലോട്ട് കാണാം. ആ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ആദ്യത്തെ റെസിസ്റ്റൻസ് 2990, 3100, 3200. യെസ് സർ. അപ്പം അടുത്തൊരു സ്റ്റോക്കാണ് DLF ഇന്നലെ 0.6% ഉയർന്നായിരുന്നു. അതുപോലെ ഒരു 47.8% ഉള്ള ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ടും കൂടെയുള്ള സ്റ്റോക്കാണ് DLF. ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ DLFൽ ഏകദേശം 0.98% ഒരു വീക്ക്ലി റിട്ടേൺ ആണ് DLF തന്നിട്ടുള്ളത്. സോ DLFൽ ഇനി മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻ എന്താണ്? DLFിന്റെ കേസിലാണ് ടോൺ ഓൾറെഡി വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ലോങ് പൊസിഷൻ. അടുത്ത 2 ടാർഗറ്റ്, ആദ്യത്തെ 880, അതിനുശേഷം 895. യെസ് സർ. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഹഡ്കോ, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ് ലിമിറ്റഡ്. ലാസ്റ്റ് ട്രേഡ് സെഷനിൽ മാത്രം ഏകദേശം 2.69% ആണ് ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺസ് തന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്ന 254 രൂപയിലാണ്. സോ ഹഡ്കോയിൽ സാറിന്റെ റിവ്യൂ എന്താണ്? ഇന്നലത്തെ ഒരു പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസസ് ആദ്യത്തെ 265, അതിനുശേഷം 280. യെസ് സർ. അടുത്തൊരു സ്റ്റോക്കാണ് മഫ്റ്റി. ഇന്നലെ മാത്രം ഏകദേശം 5.74% വളരെ ബുള്ളിഷ് മൂവ്മെന്റ് ആണ് മഫ്റ്റി ഇന്നലെ തന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്ന 202 രൂപയിലാണ്. ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4.52% വളരെ സ്ട്രോങ് റിട്ടേൺ ആണ് മഫ്റ്റി തന്നേക്കുന്നത്. സോ മഫ്റ്റിയിൽ ഇനി മുന്നോട്ടേക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? മഫ്റ്റിയുടെ കേസിൽ അടുത്ത മേജർ 2 ടാർഗറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ 220, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 235 രൂപ. സോ മുഫ്റ്റിയുടെ കേസിൽ ഇന്നലത്തെ ഒരു മേജർ ബ്രേക്ക് ഔട്ടിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറി. യെസ് സർ. അടുത്തൊരു ഷെയർ ആണ് IDFC ഫസ്റ്റ് ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്ക് ഇന്നലെ ഏകദേശം 1% IDFC ഫസ്റ്റ് ബാങ്ക് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 68.87 രൂപയിലാണ്. കമ്പനി ഏകദേശം 28.8% ഒരു CAGR ഗ്രോത്ത്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു CAGR ഗ്രോത്തും കഴിഞ്ഞൊരു 5 വർഷമായിട്ട് തന്നിട്ടുണ്ട്. സോ IDFC ഫസ്റ്റ് ബാങ്കിൽ സാറിന്റെ ടേക്ക് എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു മേജർ ഹേർഡിൽ 68 രൂപയായിരിക്കും. അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നെയുള്ള 2 മേജർ ടാർഗറ്റ്സ് ആദ്യത്തെ 71, അതിനുശേഷം 75 രൂപയോ ആയിരിക്കും. 75ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരാൻ പോകും. യെസ് സർ. അടുത്തൊരു സ്റ്റോക്കാണ് ഡെൽഹിവറി ലാസ്റ്റ് 3 ഡേയ്സ് കൊണ്ട് മാത്രം ഏകദേശം 15.12% റിട്ടേൺസ് ആണ് തന്നത്. വളരെ ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉള്ള സ്റ്റോക്കാണ്. ആൻഡ് ലാസ്റ്റ് ട്രേഡ് സെഷനിൽ മാത്രം ഏകദേശം 2.56% പോസിറ്റീവ് മൂവ്മെന്റ് ആണ് ഡെൽഹിവറി തന്നിട്ടുള്ളത്. സോ ഇനി ഡെൽഹിവറിയിലുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഡെലിവറിയുടെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ഹെവി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 410 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൽ സി എ ട്രെൻഡ് റിവേഴ്സൽ. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ആൻഡ് പുതിയ ലോങ് പൊസിഷൻസ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ അഡ്വൈസ് ചെയ്യൂ. അടുത്തൊരു സ്റ്റോക്ക് ഇൻ ഫോക്കസ് ആയിട്ട് വന്നൊരു ഷെയർ ആണ് ഒബ്രോയ് റിയാലിറ്റി ലിമിറ്റഡ്. ഏകദേശം 77,000 കോടിയോളം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന 2,130 രൂപയിലാണ്. ഒരു ഡിസഡ്വാൻറ്റേജ്, ഈ സ്റ്റോക്കിന്റെ ഡിസഡ്വാൻറ്റേജ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്. ഏകദേശം 13.6% റിട്ടേൺസ് ആണ് ലാസ്റ്റ് 3 വർഷമായിട്ട് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുള്ളത്. സോ ഒബ്രോയ് റിയാലിറ്റി ലിമിറ്റഡിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ കാര്യമായിട്ട് ഡൗൺ സൈഡ് റിസ്ക് കാണുന്നില്ല. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 2,060 രൂപ. ആൻഡ് നമുക്കൊരു ബൈയിങ് ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 2,182 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2,240, അതിനുശേഷം 2,300 ആയിരിക്കും ടാർഗറ്റ്സ്. അടുത്തൊരു സ്റ്റോക്കാണ് NIIT ലിമിറ്റഡ്, NIIT Ltd ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്.
ഒരു വീക്ക്ലി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഒരു -6.31% ആണ് ഒരു വീക്ക്ലി റിട്ടേൺ തന്നിട്ടുള്ളത്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 2.14% ഉയർന്ന് 2214 രൂപയിലാണ് നിറ്റ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിറ്റ് ലിമിറ്റഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? നൈറ്റിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ബുള്ളിഷ് ട്രിഗർ 219 രൂപ. ഇത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത ടാർഗറ്റ് 230, 240, 255. യെസ് സർ. നമുക്ക് എന്തായാലും ഓഡിയൻസിന്റെ ക്വയറീസിലേക്ക് കിടക്കാൻ സമയമായി. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്കാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻസ് ലിമിറ്റഡ്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 605 രൂപയിലാണ്. അവസാന ട്രേഡ് സെഷനിൽ മാത്രം ഏകദേശം ഒരു 0.8% മുന്നേറ്റത്തോടു കൂടിയാണ് ഷെയർ ക്ലോസ് ചെയ്തേക്കുന്നത്. വീക്ക്ലി റിട്ടേൺസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു -4.66% റിട്ടേൺസ് ആണ് ചെന്നൈ പെട്രോ തന്നിട്ടുള്ളത്. ഒരു ഇയർലി റിട്ടേണിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു -11.61% ആണ് ചെന്നൈ പെട്രോളിയം കോപ്പ് ലിമിറ്റഡ് തന്നിട്ടുള്ളത്. സോ ചെന്നൈ പെട്രോളിയം കോർപ്പ് ലിമിറ്റഡിൽ സാറിന്റെ റിവ്യൂ എന്താണ്? ചെന്നൈ പെട്രോളിയത്തിലെ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് 560 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 678. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 720, അതിനുശേഷം 885 ആയിരിക്കും. ഈ 3 റെസിസ്റ്റൻസ് ലെവൽസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നുള്ളൂ. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അവസാനത്തെ 2 ആഴ്ച കൊണ്ട് ഏകദേശം 14.57% മുന്നേറ്റം സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഒരു -1%ലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 26 രൂപയാണ്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡിൽ സാറിന്റെ റിവ്യൂ എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനും കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് അന്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാനും സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ബൈയിങ് ട്രിഗർ ആദ്യത്തെ 26 രൂപ 50 പൈസ. ഇന്ന് ആ ഒരു ട്രിഗർ നമുക്ക് ലഭിക്കാതെ വീണ്ടും ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 25 മുതൽ 25 രൂപ 50 പൈസ വരെ ആയിരിക്കണം. ഈ ഒരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 27, അതിനുശേഷം 28, അതിനുശേഷം 29 രൂപ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയർ ആണ് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ്. വളരെ റീസെന്റ് ആയിട്ട് നവംബർ 27 IPO റിലീസ് ചെയ്ത സ്റ്റോക്കാണ് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.35% ഒരു റിട്ടേൺസ് ആണ് NTPC ഗ്രീൻ എനർജി തന്നിട്ടുള്ളത്. ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 12.86% സ്ട്രോങ് വീക്ക്ലി റിട്ടേൺസ് ആണ് ഷെയർ തന്നേക്കുന്നത്. സോ NTPC ഗ്രീൻ എനർജിയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ആൻഡ് സാറിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? NTPC ഗ്രീൻ എനർജിയിൽ നമുക്കൊരു ട്രേഡിംഗ് ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നില്ല. വളരെ അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ബട്ട് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് NTPC ഗ്രീൻ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ലോ റിസ്കിൽ വാങ്ങിക്കാൻ സാധിക്കത്തില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 138 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയർ ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വീക്ക്ലി റിട്ടേൺസ് ഏകദേശം 5% ഉണ്ട്. ബട്ട് ഒരു 6 മന്ത് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു -7.68%ലാണ് ബാങ്ക് ഓഫ് ഇന്ത്യ കിടക്കുന്നത്. ആൻഡ് അവസാന ട്രേഡ് സെക്ഷനിൽ ഒരു -0.5 ഏകദേശം ഒരു 0.5% ഇടിവോട് കൂടി 115 രൂപയിലാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ചെയ്യുന്നത്. സോ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ നേരത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ബുള്ളിഷ് ട്രിഗർ 117 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത ടാർഗറ്റ് 121, 124, 128. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയർ ആണ് IGL.
IGL അവസാന ട്രേഡിംഗ് സെഷനിൽ ഒരു 0.12% മുന്നേറ്റത്തോടു കൂടി 386 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു ഫൈനാൻഷ്യൽസ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വളരെ നല്ല 18.4% വളരെ നല്ല ഒരു CAGR ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. ആൻഡ് ഏകദേശം ഒരു 42.8% ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ടുമുണ്ട്. സോ IGLൽ സാറിനൊരു വ്യൂ എന്താണ്? IGLന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 10 ദിവസത്തിനിടെ നമുക്ക് ഒത്തിരി ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 345 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 422 അതിനുശേഷം 482 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് മിധാനി മിശ്ര ധാതു നിഗം ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഷെയർ. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.5% ഒരു നെഗറ്റീവ് അണ്ടർടോണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 390 രൂപീസിലാണ്. ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ 12%, മന്ത്ലി റിട്ടേൺ ആണെങ്കിൽ 14%മാണ് മിധാനി തന്നിട്ടുള്ളത്. സോ ഈ ഒരു ഷെയറിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? മിധാനിയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ മീഡിയം റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 400 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 415, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 430 രൂപയിലും ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏകദേശം 1284 രൂപയിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.8% ഇടിവോട് കൂടിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസിൽ സാറിന്റെ ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രീസിലെ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇതിൽ ഒത്തിരി ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 1250 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ 1250, 1270 ഈ ഒരു റേഞ്ചിൽ നമ്മൾ എഗൻസ്റ്റ് ദ ട്രെൻഡ് ഒരു റിസ്കി ട്രേഡിന് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കൊരു ട്രേഡ് കൺസിഡർ ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 1335 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു ക്വയറി വന്നേക്കുന്നത് എക്സീഡ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. ഏകദേശം 464 രൂപയിലാണ് ഷെയർ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം 2.41% ഒരു വീക്ക്ലി റിട്ടേണും 6 മന്ത് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് 15.49% റിട്ടേണുമാണ് എക്സീഡ് ഇൻഡസ്ട്രീസ് തന്നിട്ടുള്ളത്. സോ എക്സീഡ് ഇൻഡസ്ട്രീസിൽ സാധന റിവ്യൂ എന്താണ്? എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 479 രൂപയിൽ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഓൾമോസ്റ്റ് 20 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 445 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് നൈക്ക. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 3.86% വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്ലോസിംഗ് ആണ് നൈക്ക തന്നേക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 173 രൂപയിലാണ്. സോ നൈക്കയിൽ സാറിന്റെ ടേക്ക് എന്താണ്? നൈക്കയിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 160 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 185 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് അംബുജ സിമെന്റ്സ്. ഇന്നലെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഒരു ന്യൂട്രൽ ക്ലോസിംഗ് ആണ് തന്നത്. കുറച്ചധികം ദിവസങ്ങളായിട്ട് കൺസോൾട്ടേഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് അംബുജ സിമെന്റ്സ്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 573 രൂപയിലാണ്. സോ അംബുജ സിമെന്റ്സിൽ സാധനം ടേക്ക് എന്താണ്? അംബുജയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 540 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 625 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന 65 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 3.12% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് തന്നേക്കുന്നത്.
സോ ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? ഈക്വിറ്റാസിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാം. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 60 രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 70 രൂപയും അതിനുശേഷം 86 രൂപയോ ആയിരിക്കും. 86ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. അടുത്തൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്നൊരു PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.8% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നേക്കുന്നത്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 13% ഒരു സ്ട്രോങ് വീക്ക്ലി റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതുപോലെ കമ്പനി ഫൈനാൻഷ്യൽസിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ കമ്പനി വളരെ ഡെബ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ്. ആൻഡ് നെക്സ്റ്റ് ക്വാർട്ടറിൽ ഒരു വളരെ പോസിറ്റീവ് റിട്ടേൺസ് തരും എന്നാണ് എക്സ്പെക്ടേഷൻസ് ഉള്ളത്. സോ PG ഇലക്ട്രോപ്ലാസ്റ്റിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? PG ഇലക്ട്രോപ്ലാസ്റ്റിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 778 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ്. ഇന്നലെ ഏകദേശം 1% ഒരു ഇടിവോട് കൂടിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ഏകദേശം അറൌണ്ട് ഒരു 10 സെഷൻസിൽ വളരെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതിയാണ് അദാനി എന്റർപ്രൈസസിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.13% ഒരു വീക്ക്ലി റിട്ടേൺ ആണ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് തന്നിട്ടുള്ളത്. സോ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിൽ സാധനം ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? എന്റർപ്രൈസസിന്റെ കേസിൽ നമുക്ക് എല്ലാ ട്രെൻഡും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു ഹൈ പോസിബിലിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2565 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2660, 2770, 2900. ബട്ട് ഇത് എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി, ഒത്തിരി റിസ്കിനും വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അടുത്തൊരു സ്റ്റോക്ക് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് വാരി എനർജീസ് ലിമിറ്റഡ്. കഴിഞ്ഞൊരു 5 സെഷനിൽ ഏകദേശം 5 സെഷനിലേക്ക് നോക്കുക 5 സെഷൻസിൽ ഏകദേശം 17.62% റിട്ടേൺസ് ആണ് വാരി എനർജീസ് ലിമിറ്റഡ് തന്നിട്ടുള്ളത്. അവസാന ട്രേഡ് സെഷനിൽ മാത്രം ഏകദേശം 5.50% റിട്ടേൺസ് വാരി എനർജീസ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഷെയറിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ഈ വാരി എനർജി NTPC ഗ്രീനെ പോലെ തന്നെ അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്തത്. ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് വാരി. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിൽ ഇതൊരു ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. അപ്പോൾ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3000 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. താങ്ക് യു സർ, ഇത്രത്തോളം സമയവും ഇത്രത്തോളം എഫേർട്ടും എടുത്ത് നമുക്ക് ഇത്രത്തോളം അപ്ഡേറ്റ്സ് നമുക്ക് തന്നതിന്. നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ അനാലിസിസുമായി നാളെ മോർണിംഗ് 8:30 മാർക്കറ്റ് പ്ലസിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.